സ്കൂളിൽ ഓണാഘോഷം കഴിഞ്ഞു മടങ്ങിയ 5ലും 6ലും പഠിക്കുന്ന കൊച്ചു വിദ്യാർത്ഥികൾക്ക് യാത്രാ ആനുകൂല്യം നിഷേധിച്ച് ഫുൾ ടിക്കറ്റ് ഈടാക്കിയ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ കടുപ്പിച്ച നടപടി വന്നിരിക്കുകയാണ്. ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി റൂട്ടിലോടുന്ന തണ്ടപ്ര എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഹരികൃഷ്ണന്റെ ലൈസൻസ് ആണ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് മടങ്ങിയ 20ലധികം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് കണ്ടക്ടറുടെ അനാസ്ഥ കാരണം ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഓണാഘോഷമായതിനാൽ കുട്ടികൾ യൂണിഫോമിന് പകരം കളർ ഡ്രസ്സ് ധരിച്ചാണ് സ്കൂളിലെത്തിയത്. കുട്ടികൾ യൂണിഫോമിൽ അല്ല എന്ന കാരണം ഉന്നയിച്ചാണ് കണ്ടക്ടർ ഹരികൃഷ്ണൻ കൺസെഷൻ നൽകാൻ വിസമ്മതിച്ചത്. സാധാരണയായി 2 രൂപ മാത്രം നൽകേണ്ട സ്ഥാനത്ത് ഓരോ കുട്ടിയോടും 20 രൂപ വീതം ഫുൾ ടിക്കറ്റ് ചാർജ് ഈടാക്കി. ആവശ്യത്തിന് പണം കയ്യിലില്ലാതിരുന്ന കുരുന്നുകൾ ഒടുവിൽ സഹയാത്രികരിൽ നിന്ന് കടം വാങ്ങിയാണ് ടിക്കറ്റ് തുക നൽകിയത്. കുട്ടികൾ വീട്ടിലെത്തി വിവരം അറിയിച്ചതോടെ രക്ഷിതാക്കൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും കോട്ടയം RTOയ്ക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. MVI കിഷോർ കുമാർ, അസിസ്റ്റന്റ് MVIമാരായ അനൂപ് ചന്ദ്രൻ, അൻഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. RTOയുടെ നിർദ്ദേശപ്രകാരം ബസ് ഉടമയെയും കണ്ടക്ടർ ഹരികൃഷ്ണനെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടി. കുട്ടികൾ യൂണിഫോമിൽ അല്ലാത്തതിനാലാണ് കൺസെഷൻ നിഷേധിച്ചതെന്നും ടിക്കറ്റ് തുക ഈടാക്കുന്ന വേളയിൽ ബസ് ഉടമയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ലെന്നും കണ്ടക്ടർ RTOയ്ക്ക് മുൻപാകെ സമ്മതിച്ചു. ഫുൾ ടിക്കറ്റ് ഈടാക്കിയ കാര്യം കണ്ടക്ടർ നേരിട്ട് സമ്മതിച്ചതോടെ നിയമലംഘനം വ്യക്തമായി. തുടർന്ന് കണ്ടക്ടറുടെ മോശം പെരുമാറ്റവും നിയമലംഘനവും കണക്കിലെടുത്ത് ഹരികൃഷ്ണന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. ഭാവിയിൽ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറുകയോ കൺസെഷൻ നിഷേധിക്കുകയോ ചെയ്താൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് താക്കീതും നൽകി.